ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം അവസാനിച്ചിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇന്നലെയോടെ എന്തായാലും ഇന്ന് വൈകുന്നേരം 3 മണിയോടെ അദ്ദേഹം തിരികെ തിഹാർ ജയിലിലേക്ക് മടങ്ങുകയാണ്. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നതാണ്. പക്ഷേ ഹർജി പരിഗണിക്കാൻ പോലും കോടതി തയ്യാറായിരുന്നില്ല. എസ് നന്ദഗോപൻ ചേരുകയാണ് വിവരങ്ങളുമായി. നന്ദൻ, എന്തായാലും ഇനി വോട്ടെണ്ണലിന് 2 ദിവസം മാത്രമേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ ആം ആദ്മിക്ക് കനത്ത തിരിച്ചടി. ഇന്നലത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തു വന്ന സ്ഥിതിക്ക് അപ്രകാരം കൂടി ഉണ്ട്. ഈ സാഹചര്യത്തിൽ കെജ്രിവാൾ കൂടി തിരികെ ജയിലിലേക്ക് മടങ്ങുകയാണ്. ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത കെജ്രിവാളിന് മെയ് 10-നാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ടാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ഈ ജാമ്യ കാലയളവിലുടനീളം വലിയ പ്രചരണമായിരുന്നു നരേന്ദ്രമോദി സർക്കാരിനെതിരെയും അതേപോലെ തന്നെ സർക്കാരിൻ്റെ നയങ്ങളിനെതിരെയും കെജ്രിവാൾ വീശിയിരുന്നത്. പ്രധാനമായും ഡൽഹിയിലും പഞ്ചാബിലുമുള്ള മുഴുവൻ മണ്ഡലങ്ങളിലും കെജ്രിവാൾ പ്രചരണത്തിനെത്തി. ഡൽഹിയിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്. 7 മണ്ഡലങ്ങളിൽ 4 ആം ആദ്മിയും 3 കോൺഗ്രസും എന്ന ധാരണയിലാണ്. ഇവിടെ ഡൽഹിയിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. മാത്രമല്ല, ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കുവാനുള്ള ശ്രമമായിരുന്നു ആം ആദ്മി പാർട്ടി ശ്രമിച്ചത്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അകാരണമായി BJP സർക്കാർ കെജ്രിവാളിനെ ജയിലിൽ അടച്ചിരിക്കുന്നു, ആരോഗ്യത്തിന് പോലും ഭീഷണി ഉണ്ടാക്കുന്നു തുടങ്ങിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഹതാപ തരംഗം സൃഷ്ടിക്കാനായിരുന്നു കൂടുതലും കെജ്രിവാൾ ശ്രമിച്ചിരുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ഹരിയാനയിലെ BJP സർക്കാർ ഡൽഹിയിലെ ജനങ്ങൾക്കുള്ള കുടിവെള്ളം പോലും ബുദ്ധിമുട്ടിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളിലേക്ക് പോലും അത് വഴിവെച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം പഞ്ചാബിലേക്ക് പോകുമ്പോൾ 13 മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെയും BJPയെയും നേരിട്ടു. അവിടെയും പ്രചരണത്തിനായിട്ട് അരവിന്ദ് കെജ്രിവാൾ എത്തിയിരുന്നു. എന്നാൽ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ നോക്കുമ്പോൾ ഇവിടങ്ങളിൽ എങ്ങും തന്നെ ഈ കെജ്രിവാളിൻ്റെ പ്രചരണം വിലപ്പോയില്ല എന്നുള്ളതാണ് കാണുന്നത്. ഡൽഹിയിലും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഡൽഹിയിൽ ഒരു തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുന്നില്ല. അതേപോലെ തന്നെ പഞ്ചാബിലും സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് 2 സീറ്റിലേക്ക് ആം ആദ്മി പാർട്ടി ഒതുങ്ങുമെന്നുള്ളതാണ്. സ്വാഭാവികമായും കെജ്രിവാളിൻ്റെ മടക്കം അത് നിരാശയോടാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് 3 മണിക്ക് അദ്ദേഹത്തിന് ജയിലിൽ തിരിച്ച് ഹാജരാകണം. 7 ദിവസം കൂടി ഇടക്കാല ജാമ്യം നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി അത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അത് രജിസ്ട്രാർ പോലും അത് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റോസ് അവന്യൂ കോടതിയെ സമീപിക്കാനായിരുന്നു കോടതി നിർദ്ദേശിച്ചിരുന്നത്. തുടർന്ന് അദ്ദേഹം റോസ് അവന്യൂ കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ അവസാനിച്ചു. 5-ാം തീയതി ഇതിന്മേൽ വിധി പറയുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ശരി നന്ദൻ.